നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരന്റ് ആണോ നിങ്ങൾ? അതായത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട 8 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെ എഞ്ചിനീയറിംഗിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഈ 8 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 25 കോളേജുകൾ ഏതൊക്കെയാണ്, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷന് എങ്ങനെ എടുക്കണം, ബ്രാഞ്ചുകൾ എങ്ങനെ സെലക്ട് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോകൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിന്റെ ചിലതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ എവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള ഒട്ടനവധി കരിയർ അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനുള്ള 8 ടിപ്പുകളിൽ ആദ്യത്തേത് ഇതാണ്: കീമിന്റെ എൻട്രൻസ് എഴുതുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടുവാനായിട്ട് കീം എൻട്രൻസ് എഴുതി എന്ന് ഉറപ്പാക്കുക. ഒരുപക്ഷെ JEE പോലെയുള്ള എൻട്രൻസ് വഴി ചില നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടിയേക്കാം. എന്നാൽ മിക്കവാറും എല്ലാ കോളേജുകളിലേക്കും കീം എൻട്രൻസ് മാൻഡേറ്ററി ആണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ലാറ്ററൽ എൻട്രി ആണെങ്കിൽ, അതല്ലെങ്കിൽ ചില കോട്ടകൾ വഴി, ഉദാഹരണത്തിന് NRI കോട്ടയൊക്കെ വഴി എൻട്രൻസ് കിട്ടുവാനായിട്ടൊക്കെ കീം എൻട്രൻസ് ഇല്ലെങ്കിലും ഒരുപക്ഷെ സാധിച്ചേക്കാം. അതല്ലെങ്കിൽ കീം മാൻഡേറ്ററി ആണ്. അപ്പോൾ ഓർക്കുക, 2023 അവസാനം വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് കീം ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം എന്ന് ഗവൺമെന്റ് അനുമതി നൽകിയിരുന്നു. ഇതൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ കീം മാൻഡേറ്ററി ആയിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും സേഫ് എന്നുള്ള കാര്യം എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് അറിയുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മൂന്നും പഠിച്ചിരിക്കണം. മിനിമം 50% മാർക്സ് നേടിയിരിക്കണം എന്നും നിഷ്കർഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ 10th കഴിഞ്ഞിട്ട് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം. ലാറ്ററൽ എൻട്രിയിൽ അഡ്മിഷനൊക്കെ എടുത്ത് 1 വർഷം സേവ് ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ ഓർക്കുക, ഈ മാത്സ് അത് മാൻഡേറ്ററി ആണ് എന്നുള്ള കാര്യം. അതേപോലെ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠനത്തിനൊക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയും പ്രത്യേകിച്ച് മാത്സും ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകുന്നതും നല്ലതായിരിക്കും. കാരണം ഫസ്റ്റ് ഇയറിലൊക്കെ ഈ ഫിസിക്സും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ ആപ്ലിക്കേഷനുകൾ ഈ എഞ്ചിനീയറിംഗ് മിക്കവാറും എല്ലാ ബ്രാഞ്ചിലും വരും. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്ട്സ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് പോകുന്നതും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം ഇത് പഠിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അതോടൊപ്പം അത് ബ്രഷപ്പ് ചെയ്ത് പോകുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം അറിയുക. ഒന്നാമത്, നിങ്ങൾ BTechന് അഡ്മിഷൻ എടുക്കുമ്പോൾ അത് ഫുൾ ടൈം റെഗുലർ പഠനമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഓർക്കുക, ഈ ഓൺലൈൻ ആയിട്ടുള്ള BTech അല്ലെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലൂടെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ പഠിക്കുന്ന BTechകൾ അത് വാലിഡ് ആയിരിക്കില്ല എന്നുള്ള കാര്യം അറിയുക. അതുകൊണ്ട് അങ്ങനെയുള്ള പഠനത്തിന് പോയി അബദ്ധത്തിൽ ചാടല്. AMIE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോഴും അത് കൂടുതലും ഇൻഡസ്ട്രിയിൽ സെർവ് ചെയ്യുന്നവർക്കാണ് ഈ AMI കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത്. അതൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ BTech ഫുൾ ടൈം ആയിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ള കാര്യം അറിയുക. നാലാമത്തെ കാര്യം, നിങ്ങൾ BTechന് പോകുമ്പോൾ ചില ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് വാങ്ങി വെക്കുക, റെഡിയാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ BTech പഠിക്കുന്നവരൊക്കെ ഒരു തോക്ക് പോലത്തെ മിനി ഡ്രാഫ്റ്റർ എന്ന് അറിയപ്പെടുന്ന ചില ഇൻസ്ട്രുമെന്റ്സ് ഡ്രോയിങ്ങിനൊക്കെ ആയിട്ടുള്ളതൊക്കെ ആയിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതൊന്നും ആവശ്യമായിട്ട് വരില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കമ്പ്യൂട്ടർ, ഒരു ലാപ്ടോപ്പ്, പ്രത്യേകിച്ച് ഈ CS, IT അല്ലെങ്കിൽ റോബോട്ടിക്സ് ഇങ്ങനെയൊക്കെയുള്ള പഠിക്കുന്നവർക്ക് ഒരുപക്ഷെ ഒരു ലാപ്ടോപ്പ് അത്യാവശ്യമായി വന്നേക്കാം. അത് മാത്രമല്ല, എല്ലാ ബ്രാഞ്ചുകാർക്കും ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ അത് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ എക്സാം റെഗുലേഷൻ പ്രകാരം നോൺ പ്രോഗ്രാമബിൾ സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് എക്സാം ഹോളിൽ പെർമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് ഇങ്ങനെയുള്ള സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് മസ്റ്റാണ്. അതിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റർ കാസിയോയുടെ FX 991 CW, അതായത് ക്ലാസ് ബിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലുണ്ട്. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്.
എൻ്റെ വൈഫ് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറാണ്. അവരൊക്കെ കൂടുതലായിട്ട് ഈ ഒരു കാൽക്കുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോഡൽ കൊണ്ടിട്ട് പഠനം തന്നെ എൻജോയബിൾ ആക്കി മാറ്റാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് ഈ ഡൈസ് റോളിന്റെ സിമുലേഷൻ അല്ലെ കോയിൻ ടോസ് ഫീച്ചർ, ഇതിൻ്റെയൊക്കെ സിമുലേഷന് ഈ കാൽക്കുലേറ്ററിൽ പോസിബിൾ ആണ്. ഇത് മാത്രമല്ല ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ഈ കർസർ ബേസ് ആയിട്ടുള്ള നാവിഗേഷൻ ഇതിനകത്തുണ്ട്. കീ ലേഔട്ട്സും ഒക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഹൈ ഡെഫിനിഷൻ 4 ഗ്രഡേഷൻ ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. ഒരു നാച്ചുറൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു മോഡലിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇവർ നൽകിയിരിക്കുന്നത്. അതേപോലെ കറണ്ട് ഇൻപുട്ട് ലൊക്കേഷന് ഡാർക്കർ ആയിട്ടുള്ള കളറിൽ ലഭ്യമാണ്. ഒരു ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഐക്കൺസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. എന്ന് മാത്രമല്ല, അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇതൊരു ഭയങ്കര ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. എന്ന് മാത്രമല്ല ഇതിന് പല യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു സയന്റിഫിക് കാൽക്കുലേറ്ററിനുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഇക്വേഷൻസ് ഇൻപുട്ട് ചെയ്താൽ അതിൻ്റെ QR കോഡ് ഈ കാൽക്കുലേറ്ററിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ QR കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ പോലെയുള്ള ഡിവൈസസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അതിൻ്റെ ഗ്രാഫ്സും ഗ്രാഫിക്സും ഒക്കെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധ്യമാകും. സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസ്, പ്രത്യേകിച്ച് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുവാനായിട്ട് ഈ സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അതേപോലെ പ്രോബബിലിറ്റി, മാത്ത് ബോക്സ് ഫങ്ഷന്, ഇതൊക്കെ പഠിക്കുവാനായിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ഈ കാൽക്കുലേറ്ററിൽ ലഭ്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫീച്ചർ വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് റിഗ്രഷൻസ് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ടും മാട്രിക്സ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ടും ഒക്കെ ഈ കാൽക്കുലേറ്ററിൽ സാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് ഈ വൈഫ് ഉൾപ്പെടെയുള്ള ഈ ടീച്ചേഴ്സ് പൊതുവെ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ കാസിയോയുടെ ഈ ഒരു FX 991 CW എന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. 5ാമത്തെ ടിപ്പ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ പഠിക്കുന്ന കോളേജിന് ചില അപ്രൂവൽസ്, അക്രഡിറ്റേഷൻ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് AICT അപ്രൂവൽ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ അപ്രൂവൽ നിങ്ങളുടെ കോളേജിനുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ യൂണിവേഴ്സിറ്റിയുമായിട്ട് അക്രഡിറ്റേറ്റഡ് ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കേരളത്തിലെ മിക്കവാറും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസും APJ അബ്ദുൽ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് അക്രഡിറ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇപ്പം 1-2 എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അതല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അത് ഒഴിവാക്കിയാൽ ബാക്കി കോളേജുകളിലെല്ലാം KTUമായിട്ട് അക്രഡിറ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും. അതേപോലെ NBA എന്ന് പറഞ്ഞാൽ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ, AICTയുടെ കീഴിലുള്ള ഒരു ബോഡിയാണ്. അവ എഞ്ചിനീയറിംഗ് കോളേജസിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ അക്രഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കുക. ഏതായാലും AICTയുടെയും യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ അപ്രൂവൽ, അക്രഡിറ്റേഷൻ നിർബന്ധമാണ്. NBA ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ള കാര്യം കൂടി അറിയുക. അടുത്തതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ബി അവെയർ ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഈച്ച് ബ്രാഞ്ച് എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ബ്രാഞ്ച് ഓപ്റ്റ് ചെയ്യുന്നു, ആ ബ്രാഞ്ചിലെ അവസരങ്ങളെക്കുറിച്ച്, അതിൻ്റെ സ്കോപ്പിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. എന്നെ ചിലരൊക്കെ വിളിക്കാറുണ്ട്, ഇപ്പോൾ BTech കഴിഞ്ഞിട്ട് ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, സാർ ഇനി എന്ത് പഠിക്കണം? എന്നെ PhD കഴിഞ്ഞ് ഒരാൾ വിളിച്ചിട്ടുണ്ട്, സാറ് ഞാനിപ്പോൾ 7 കൊല്ലമായിട്ട് ഈ മേഖലയിൽ തന്നെയാണ്, ഡിഗ്രി പഠിച്ചു, PG പഠിച്ചു, PhDയും കഴിഞ്ഞു, ഇനി ഇവിടുത്തെ അവസരം എന്താണ് എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും വിളിച്ച് പഠനശേഷം ചോദിക്കുന്നതിന് മുമ്പായിട്ട്, പഠിക്കുന്നതിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഏത് ബ്രാഞ്ച് പഠിക്കുന്നോ അതിൻ്റെ അവസരങ്ങൾ എന്തൊക്കെയാണ്, സ്കോപ്പ് എന്താണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, മിക്കവാറും ബ്രാഞ്ച് പഠിക്കുന്നവരൊക്കെ അവസാനം ജോലിയിലേക്ക് എത്തുന്ന നേരത്ത് IT കമ്പനികളിലാണ് മേജർ റിക്രൂട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴും നിങ്ങളുടെ മേഖലയിലെ അവസരങ്ങൾ അറിഞ്ഞു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 7ാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, സെലക്ട് യുവർ ബ്രാഞ്ച് ബേസ്ഡ് ഓൺ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, നോട്ട് ജസ്റ്റ് അവൈലബിലിറ്റി. ചില കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ കോളേജ് അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ വീടിനടുത്തുള്ള കോളേജാണ്, അല്ലെങ്കിൽ ഈ സീറ്റ് ഈ ബ്രാഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഓപ്ഷൻ കൊടുത്തപ്പോൾ തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാതെ
നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങളുടെ അഭിരുചിക്കുമൊക്കെ അനുയോജ്യമായ ബ്രാഞ്ചുകളും നല്ല കോളേജുകളും സെലക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോഴും ഈ പല എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെയും ഒക്കെ ഈ കോഡ് പലപ്പോഴും സിമിലർ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും തെറ്റിപ്പോകാനൊക്കെ ഉള്ള സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം പഠിച്ച് ബ്രാഞ്ച്, കോളേജ് ഇതൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ ബ്രാഞ്ചും കോളേജും ഒക്കെ ഓപ്റ്റ് ചെയ്യുവാൻ എന്നുള്ള കാര്യം അറിയുക. എട്ടാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഒക്കെ അറിഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ബിടെക് പഠനത്തിന് കൂടുതൽ സഹായകരമായിരിക്കും. ഉദാഹരണത്തിന് C++, അല്ലെങ്കിൽ ഇപ്പം പൈതൺ നന്നായിട്ട് യൂസ് വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ബേസിക്സ് എങ്കിലും നന്നായി ഒന്ന് അറിഞ്ഞിരിക്കുക. അതൊന്നും ബ്രഷപ്പ് ചെയ്തിട്ട്, ഒരുപക്ഷെ +2 പഠിച്ചു കാണും, ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് പോവുക എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പഠനത്തിൽ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം എഞ്ചിനീയറിംഗ് പഠനത്തിന് ഹെൽപ്പ് ചെയ്യാവുന്ന 8 കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലിരുത്തി, ഒന്ന് ചിന്തിച്ച്, ഒന്ന് പ്രാവർത്തികമാക്കി പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറേയും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങളുടെ പഠനം മാറ്റാൻ പറ്റും. അപ്പം അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓർക്കുക, കേരളത്തിലെ മികച്ച 25 എഞ്ചിനീയറിംഗ് കോളേജുകൾ, അല്ലെങ്കിൽ എങ്ങനെ ബ്രാഞ്ച് സെലക്ട് ചെയ്യണം, കോളേജ് സെലക്ട് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന, കീം അഡ്മിഷനെ കുറിച്ചൊക്കെ വിശദമാക്കുന്ന വീഡിയോകൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. അതിൻ്റെ ചിലതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അപ്പം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ആസ്പിരൻസ്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.